ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൃശ്യം 3, അതായത് ഈ 2026 പ്രതീക്ഷയുള്ള ഒരു പടമാണ്. നമ്മൾ സർപ്രൈസും ആയി, ദൃശ്യം 3 ഇറക്കുന്നുണ്ടോ കേട്ടപ്പോഴും നമ്മളും സർപ്രൈസ് ആയി. ഇവരിനി ഈ സിനിമയിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട്. പിന്നെ പെട്ടെന്ന് എടുത്ത് തീർത്തു. അപ്പൊ അതൊക്കെ ആലോചിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇത് മിക്കവാറും കുളമാക്കും എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ പോയി കണ്ടത് സത്യം പറഞ്ഞാൽ. പക്ഷേ പടം നല്ല പോലെ വന്നിട്ടുണ്ട്. പടം എനിക്ക് ദൃശ്യം 2-നെക്കാട്ടി ഇഷ്ടപ്പെട്ടല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നല്ല, എന്നാലും ദൃശ്യം 2-നെക്കാട്ടി എനിക്ക് ആ കഥയുടെ പോസിബിലിറ്റീസ് അവർ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധ്യതകളുണ്ടെന്ന് നമ്മള് വിചാരിച്ചില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെയോ ചെറിയ കുറച്ച് എന്തൊക്കെയോ നമുക്ക് മിസ്സിങ് തോന്നും. പക്ഷേ മൊത്തത്തിൽ ഓവറോൾ പടം നന്നായിട്ട് എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫിന്റെ ഈ ഇടയ്ക്കുള്ള സിനിമകളിൽ എല്ലാത്തിലും എവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്സിങ്ങുകളുണ്ട്. നമുക്ക് ഫസ്റ്റ് ഹാഫ് ആണ്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര നല്ല ബെറ്റർ ആയിരുന്നു. നമ്മൾ കുറച്ചുകൂടെ നമുക്ക് എൻഗേജ് ആയിട്ടിരിക്കും. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മൊണോട്ടോണസ് അങ്ങനെ ഒരു ഡയലോഗും ഇത് മാത്രമേ ഉള്ളൂ, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് പോലെ ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടി തുടങ്ങുന്നത്. ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം പടം നല്ല രീതിയിൽ പോയിട്ട് അവസാനത്തെ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് ട്വിസ്റ്റുകളിൽ കുറച്ച് 2-3 അത് കാണുമ്പോ നമ്മള് ഇത് കൊള്ളാലോ. പടം കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ, ഈ സിനിമ ആ ഒരു ദൃശ്യം അതിനോടൊരു നീതി പുലർത്തി എന്നുള്ള ഒരു തോന്നലൊക്കെ. അത് ദൃശ്യം 3 എടുത്താൽ നമ്മൾ കുറ്റം പറയൂല, അങ്ങനത്തെ ഒരു സിനിമയായിട്ട് തോന്നും. പിന്നെ പഴയ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ കുറച്ചുകൂടെ ക്യാരക്ടർ ആർക്ക് ഇതിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ഗീതാ പ്രഭാകരാണെങ്കിലും, മോഹൻലാലിന്റെ ഒരു ആർക്ക് നമുക്ക് ഇതിൽ വിസിബിൾ ആണ്. മോഹൻലാല്, പിന്നെ സിദ്ദിഖ്, അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ക്യാരക്ടർ ആർക്ക് ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസും അത് എടുത്തു പറയണം. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് പേരൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അഭിനയിച്ച പോലെ. മോഹൻലാലല്ല, ചില സ്ഥലത്തൊക്കെ നമുക്ക് തോന്നും കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അൻസിബയുടെ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ പഴയ മറ്റൊരു ട്രോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ആ സാധനങ്ങൾ അതിപ്പോ വരുമോന്ന് വിചാരിക്കുക. പക്ഷെ കുറ്റം പറഞ്ഞതല്ല, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മള് ചില സാധനങ്ങളൊക്കെ കാണിക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചിരി വരും. അത് ക്രൗഡിലെ ആൾക്കാരിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സിദ്ദിഖിന്റെ എൻട്രി അത് സിദ്ദിഖിന്റെ എൻട്രീനെ കാട്ടി മറ്റേ പുള്ളിയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, മുരളി ഗോപിയുടെ എക്സ്പ്രഷൻ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചിരിച്ചു. ഈ നമ്മള് സ്റ്റിക്കറൊക്കെ ഇട്ട് അതൊരു കോമഡി പീസ് ആയതുപോലെ അതിന്റെ കുറച്ച് സാധനങ്ങൾ. മൊത്തത്തിൽ എന്തായാലും പടം എനിക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഹിറ്റ് ആയിരിക്കും. അതെ, ഹിറ്റാവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. പിന്നീട് ഇതൊരു കുറച്ചുകൂടെ ഈ ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഈ ഡയലോഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. മറ്റേ പുള്ളി ആദ്യം പറഞ്ഞത് ഇമോഷണൽ പടമാണ്, അങ്ങനത്തെ അല്ല. സെക്കൻഡ് ഹാഫിൽ അങ്ങനെയൊന്നും അല്ല, കുറെ നല്ല രസമാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ ലാസ്റ്റില് കൊണ്ടുവന്നൊരു സാധനം ഇപ്പൊ ഉള്ള സ്ഥിരം ഒരു പരിപാടിയാണ് ഈ എൻഡ് ക്രെഡിറ്റ് സീൻ. അവർക്ക് വേണമെങ്കിൽ 4 എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സീനും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര അല്ല, പറയാൻ പറ്റൂല. ഇപ്പം 3 അവര് നല്ലപോലെ ചെയ്തിട്ടില്ല, സ്റ്റോറിയിൽ നല്ലൊരു ഇതൊക്കെ കൊണ്ടുവന്ന് എടുത്തു. ചിലപ്പം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ 4 എടുക്കാമെന്ന് വേണ്ടി ഇതായിരിക്കും. അത് ശരി, ഒന്നും പറയില്ല. എനിക്ക് ആ മറ്റേ ഇങ്ങനെ അവസ്ഥയാണ് എനിക്ക് അപ്പം തോന്നിയത്. നമ്മുടെ മുരളി ഗോപിയുടെ അവസ്ഥയാണ് എനിക്ക് അപ്പം തോന്നിയത്. ഇതൊന്നും നിർത്തിക്കൂടെ എന്ന് പുള്ളിക്കാരായിട്ട് മറ്റേ ഇങ്ങനെ എടുത്ത് പറയും, സിദ്ദിഖിന്റെ അടുത്ത് പറയും ഇതൊന്നും നിർത്തിക്കൂടെ, അതുപോലെ എനിക്ക് തോന്നും. അല്ല, ഈ 3 വരെ കൊണ്ടെത്തിച്ചതിന് എന്തായാലും പുള്ളിക്കാരന് അപ്രീഷിയേറ്റ് ചെയ്യണം. 3 പുള്ളി ഇത്രയും ഐഡിയാസ് വെച്ചിട്ടൊരു എടുത്തതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലേ പറ്റൂ. പിന്നെ ആ ദൃശ്യം 2-ന് ഒരു ഇത്രയും ഓഡിയൻസ് റിസപ്ഷൻ അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു തിയേറ്റർ റിസപ്ഷൻ അങ്ങനെ കിട്ടിയിട്ടില്ല, OTT ആയിരുന്നു. അപ്പോൾ അതിപ്പം കുറച്ച് ആൾക്കാർ അത് ഇപ്പം തിയേറ്ററിന്റെ ഒക്കെ എടുത്ത് നോക്കിയാലും ഫുള്ള് ഫില്ലാണ്. അല്ല, ഇതെന്തായാലും ഒരു ഹിറ്റ് അടിക്കും. ഈ 2026 മെയിൻ ഹിറ്റുകളിൽ ഒന്നായിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഫസ്റ്റ് ഡേയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പറഞ്ഞാണ് മെയിൻ ഹിറ്റ് ആയിരിക്കും. ഹിറ്റ് ആവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഫാമിലിക്കൊക്കെ പറ്റുന്ന ഒരു സിനിമയാണ്.
അല്ല ദൃശ്യം 1ഉം 2ഉം ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും 3നോട് എന്തായാലും ഒരു ഇത് തോന്നത്തില്ല. 2വിനേക്കാൾ ബെറ്റർ ആണ്. 2വിനേക്കാൾ ബെറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ എസ്പെഷ്യലി പറയണം. പിന്നെ ഈ സിനിമയിൽ ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നത് ഇതിന്റെ ആഡ് പ്ലേസ്മെന്റ് ആണ്. അത് നമ്മൾ അത് നമുക്ക് അറിയാൻ പറ്റും അവരിത് ആഡിന് വേണ്ടി പറഞ്ഞാണെന്നുള്ള ടിവിയിൽ ആഡ് ഇടൂലേ നമ്മുടെ നമ്മുടെ പൃഥ്വിരാജ് വന്നിട്ട് പറയുമല്ലോ മറ്റേ കല്യാൺ സിൽസിൽ ആഡി സാധനമൊക്കെ എടുത്തിടും. കല്യാൺ സിക്സ് മാത്രമല്ല വേറെ എന്താ 1-2 ഒക്കെ അവരിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ മനസ്സിലായി ആട് ആട് അതൊരു ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ മൊത്തത്തിൽ കല്ലടി പോലെ തോന്നും. അത് എന്നാലും കുഴപ്പമില്ല. സിനിമ ഈസ് ബെറ്റർ. സിനിമ അടിപൊളിയാണ്. അത് അടിപൊളി. അത് ഇപ്പോഴ കണ്ട സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ കഥാപരമായിട്ട് നല്ല നല്ല സാധനമുണ്ട്, സ്റ്റഫുണ്ട് സാധനം. പിന്നെ മോഹൻലാലിനെ കൂടെ പടമായിട്ട് എന്തായാലും ഇതൊരു ഹിറ്റ് അടിക്കും. ഹിറ്റാണ്, അത് ഉറപ്പാണ്. പുള്ളിയുടെ എന്തായാലും ദൃശ്യം 2 ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഹിറ്റ് ആവും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ദൃശ്യം 3 കണ്ടിട്ടുള്ളവര് നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെ പറ്റി തോന്നിയിട്ടുള്ള കാര്യം കമന്റിൽ അറിയിക്കുക. കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഡിസപ്പോയിന്റ് ആവില്ലെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാരും പോയി കാണാം, എല്ലാരും പോയി കാണാൻ ശ്രമിക്കും. കാര്യം ഇത് അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ. എന്താണ് ഇത് നടക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ഇതെന്തായാലും ഒരു ഹിറ്റ് ആവും എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇന്ന് ദാസൻ ചേട്ടന് വരെ ഇരുന്നതാണ്, എമർജൻസി ആയതുകൊണ്ട് പുള്ളിക്കാരന് വരാൻ പറ്റില്ല. ഹോസ്പിറ്റൽ എമർജൻസി ആയിപ്പോയി, അതുകൊണ്ടാണ് അവൻ വരാത്തത്. അപ്പോ ഇല്ലേ അവന് വന്ന് പറഞ്ഞു എന്താണ് ദാസൻ ചേട്ടന്റെ അഭാവത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും ഈ റിവ്യൂവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളത് കമന്റിൽ അറിയിക്കുക. സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു മൂവി സെഗ്മെന്റുമായിട്ട് വരുന്നത് വരേക്കും ബൈ.